ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള മണ്ഡലമാണ് കോഴിക്കോട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിന് പക്ഷേ നിറം കടും ചുവപ്പാണ്. ഹാട്രിക് തോൽവിയുടെ ക്ഷീണം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത്തവണ LDFന്റെ പ്രവർത്തനം. MK രാഘവനിലൂടെ ഒരിക്കൽ കൂടി മണ്ഡലം നിലനിർത്താമെന്ന UDF കരുതുന്നു. 1980-ൽ EK ഇമ്പച്ചി ബാവ ജയിച്ചതൊഴിച്ചാൽ പിന്നെ ഒരു വട്ടം പോലും CPIM സ്ഥാനാർത്ഥി ജയിക്കാത്ത മണ്ഡലം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി MP വീരേന്ദ്രകുമാർ 2 തവണ പാർലമെന്റിലെത്തിയിട്ടുണ്ട്. അല്ലാത്തപ്പോഴെല്ലാം മുസ്ലിം ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മാത്രമായിരുന്നു ജയം. 2009-ൽ മണ്ഡല പുനർനിർണയം. ആകെ 7 നിയമസഭാ മണ്ഡലങ്ങൾ: ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി. മണ്ഡല രൂപീകരണം മുതൽ കോഴിക്കോടിനെ ഉള്ളം കൈയിൽ ചേർത്തുപിടിക്കുന്നത് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ. കണ്ണൂരിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ടവനെന്ന അപവാദത്തോടെയായിരുന്നു മത്സര രംഗത്തേക്കുള്ള പ്രവേശനം. പ്രതികൂല സാഹചര്യങ്ങളെയെല്ലാം മറികടന്ന് MK രാഘവൻ 2009-ലെ തെരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസിനെ 838 വോട്ടിന് തോൽപ്പിച്ചു. 2014-ൽ A വിജയരാഘവനെതിരെ MK രാഘവൻ ഭൂരിപക്ഷം 16,000 ഉയർത്തി. 2019-ൽ രാഘവനെ തളയ്ക്കാൻ LDF നിയോഗിച്ചത് കോഴിക്കോടിന്റെ ജനകീയനായ MLA A പ്രദീപ് കുമാറിനെ. പക്ഷേ UDF കൊടുങ്കാറ്റിൽ CPIM ഇറക്കിയ കൊലകൊമ്പനും അടിപതറി. ഭൂരിപക്ഷം 85,225 ഉയർന്നു. ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നും MK രാഘവന്റെ പ്രവർത്തന മികവ് മണ്ഡലത്തിലെ ജനങ്ങൾ മറക്കില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് UDF. 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ജയിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളീയ മനസ്സ് ഫാസിസത്തിനെതിരാണ്. ഫാസിസ്റ്റുകൾ നേരിടാൻ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് സാധിക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം മലയാളികൾക്കറിയാം. രണ്ടാമത്, പിണറായി സർക്കാരിനുള്ള ജനരോഷം. ആ ജനരോഷം നിസ്സാരമല്ല, പാർട്ടിക്കകത്തു പോലുണ്ട്. അതും UDF അനുകൂലമാണ്. മൂന്നാമത്, കഴിഞ്ഞ 15 വർഷക്കാലമായി MP എന്ന നിലയ്ക്ക് MK രാഘവന്റെ പ്രവർത്തനം. വിളിച്ചാൽ വിളിപ്പുറത്തായിരുന്നു MP. 24 മണിക്കൂറും കുറച്ച് MB ഓഫീസ്. പെട്ടിക്കാടുടെ മുതൽ വിമാനത്താവളത്തിന്റെ കാര്യങ്ങളോട്ട് MP. കൊടുവള്ളി ഒഴിച്ചാൽ 6 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്താണ്. സ്ഥാനാർത്ഥിയുടെ ഗുണങ്ങളും കഴിവുകളും കൃത്യമായി നിരീക്ഷിച്ച് വോട്ട് ചെയ്യുന്ന നഗരപ്രദേശങ്ങളിലെ ശീലം കോഴിക്കോടിനുമുണ്ട്. 1980-ന് ശേഷം ചെങ്കൊടി പാറാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം തിരുത്തി കുറിക്കാനാണ് LDFന്റെ ശ്രമം. ഒരു ഭയപ്പാട് CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. അങ്ങനെ ഒരു പ്രതിച്ഛായ MK രാഘവൻ ഇപ്പോഴില്ല. നേരത്തെ കുറച്ച് ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ജനങ്ങൾക്ക് വളരെ വളരെ നിരാശയാണ്. അത് സംഘപരിവാറിന്റെ മുമ്പിൽ മുട്ടിട്ട് വറക്കുന്നു. നിഷ്ക്രിയമാണ്, ബിഗ് സീറോ ആണ്. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു MP ഉണ്ടായിട്ട് എന്ത് കാര്യം? പരമ്പരാഗതമായി UDFന് കിട്ടുന്ന വോട്ടുകളിലാണ് NDAയുടെ കണ്ണ്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മത്സരം കടുപ്പിക്കാമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ട് 477 കോടി രൂപയുടെ അതിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 195 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തോടെ നമ്മുടെ ഹൈവേ, ദേശീയപാതയുടെ വികസനം, ഇങ്ങനെ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ വീടുകളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ. കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടൻ ഇങ്ങനെ പടിപടിയായി ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് നമ്മൾ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും കണ്ടത്. 4ാം അംഗത്തിലേക്ക് എത്തുന്നു എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സമരാഗ്നിയിൽ K സുധാകരൻ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. സിറ്റിംഗ് MP മത്സരിക്കുന്നതിന് ഒരു മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും കോഴിക്കോട് ഒരു സാധ്യതയുമില്ല. കാരണം നേരത്തെ പറഞ്ഞത് കോഴിക്കോട്ടുകാരുടെ രാഘവേട്ടൻ MK രാഘവൻ മാറി. പക്ഷെ അദ്ദേഹം കണ്ണൂരുകാരനാണ്. അതെ, പയ്യന്നൂരുകാരൻ. അതെ, നമുക്ക് കോഴിക്കോട് നോർത്തിലെ ഒരു വോട്ടർ നമുക്കിടയിലുണ്ട് ഉണ്ണി സാർ. ആരാണ് അയാൾ? ഞാൻ നേരത്തെ പത്തനംതിട്ടയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വോട്ട് ആറ്റിങ്ങലിലാണ്. വോട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ പലയിടങ്ങളിൽ മാറി താമസിച്ചിട്ടും വോട്ട് ഇപ്പോഴും കോഴിക്കോട് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരാളുണ്ട്. സ്മൃതി പരത്തിക്കാട്. ഞാൻ പഠിച്ചതും വളർന്നതും അവിടെയാണ്. കുറച്ചു കാലം വരെ വോട്ട് ചെയ്തിരുന്നു.
നമ്മൾ ഇലക്ഷൻ അപ്പൊ സമയത്ത് സ്വന്തം മണ്ഡലമാണ്, ഹോം ടർഫാണ്. അതെ. അപ്പൊ നമുക്ക് ആ മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫ് നമുക്കൊന്ന് പരിശോധിക്കാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ വോട്ടോഗ്രാഫിൽ എങ്ങനെയാണ് വോട്ട് വിഹിതം നിൽക്കുന്നത് നോക്കാം. കോഴിക്കോട് മണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ നില എങ്ങനെയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണ് മണ്ഡലം ചിന്തിച്ചത്, 2014, 2019 ഒപ്പം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 3 കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കോഴിക്കാട്ടുകാരുടെ രാഘവേട്ടൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, പടിപടിയായി ഭൂരിപക്ഷം ഉയർത്താൻ 2014 2019 അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ കൃത്യമാണ്. 42.15% വോട്ടുകളാണ് 2014 MK രാഘവൻ MP-ക്ക് അവിടെ കിട്ടിയതെങ്കിൽ 2019 ആകുമ്പോൾ അത് 45.85% ആകുന്നു. 2021 നിയമസഭ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സ്ഥിതി മാറുന്നു. മറ്റിടങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ കോൺഗ്രസും UDF-ഉം ഒക്കെ നേരിട്ട തകർച്ച അത് കോഴിക്കോട് മണ്ഡലത്തിലും പ്രകടമാണ്. വോട്ട് വിഹിതം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കുറയുകയാണ്. 36.24% എന്നതിലാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി LDF-ന്റെ കാര്യം നോക്കാം. LDF-ന് നേരിയ വ്യത്യാസമാണ് 2014 ഉണ്ടായിരുന്നത് UDF-ഉമായി, 40.65%. പക്ഷേ 2019 ആകുമ്പോഴേക്കും MK രാഘവൻ ഭൂരിപക്ഷം ഉയർത്തുന്നു എന്നതിന്റെ അർത്ഥം LDF-ന്റെ വോട്ട് വിഹിതം കുറയുന്നു എന്നുള്ളതാണ്. 37.93% അത് കുറയുകയാണ്. പക്ഷേ 2021 ആകുമ്പോൾ മറ്റിടങ്ങളിൽ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തുമ്പോൾ LDF-ന്റെ വോട്ട് വിഹിതം കോഴിക്കോട്ട് കൂടുന്നു. കോഴിക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും ആ വോട്ട് വിഹിതം ഉയർന്നതിന്റെ പ്രതിഫലനം ഈ വോട്ടോഗ്രാഫിലും നമുക്ക് കാണാം. 46.75% നിലവിൽ LDF-ന് കോഴിക്കോട് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ഉള്ളത്. NDA-യുടെ കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. ഇവിടെ NDA നില മെച്ചപ്പെടുത്തുന്ന ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ് കോഴിക്കോട് മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 2014 12.27% എന്ന ബേസ് വോട്ടിൽ നിന്ന് അവർ തുടങ്ങുന്നു. 2019 ആകുമ്പോൾ അത് 14.98% ആകുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ മറ്റിടങ്ങളിൽ നമ്മൾ ഇതുവരെ പരിശോധിച്ച 9 മണ്ഡലങ്ങളിലും വോട്ട് വിഹിതം 2021 ആകുമ്പോൾ കുറയുകയാണെങ്കിൽ ഇവിടെ കോഴിക്കോട്ട് അത് 15.07% നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് 15% വോട്ടുകൾ നിലവിൽ NDA-ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉണ്ണിസ, സ്മൃതി മാഡം നോക്കൂ, കോഴിക്കോടിനെ കുറിച്ച് നമുക്ക് കോഴിക്കോട്ടുകാരിയോട് തന്നെ ചോദിച്ചു തുടങ്ങാം അല്ലേ? അയ്യോ എന്താണോ നിലവിൽ ഇങ്ങനെയാണ് രാഷ്ട്രീയ ചിത്രം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ വീണ്ടും MK രാഘവൻ എന്നതാണ് അവിടെ രാഷ്ട്രീയ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് തന്നെയാണ് അവിടുത്തെ ഒരു ട്രെൻഡ്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുമാണ്. ഒരു കാലത്ത് MP വീരേന്ദ്രകുമാറിന്റെ മണ്ഡലമായിരുന്നു, അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചപ്പോഴാണല്ലോ ദള് മുന്നണി വിട്ടത്. അതെ, LDF വിട്ട് പോകാനുള്ള കാരണം ഉണ്ടായത് MP വീരേന്ദ്രകുമാർ സീറ്റ് നിശ്ചയിച്ചാണ്. നോക്കൂ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് മണ്ഡലത്തില് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം പുലർത്തിയത് LDF ആണ്. ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളും അവരുടെ ഒപ്പമാണ്. കൊടുവള്ളി മാത്രമാണ് അത് MK മുനീറിന്റെ മണ്ഡലമാണ്. അപ്പൊ 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളിലും ആധിപത്യമുള്ള LDF-ന് സ്വാഭാവികമായും ഒരു അപ്പർ ഹാൻഡ് ഈ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവേണ്ടതാണ്. എന്നാൽ 2009 അത് ഉണ്ടായിട്ടില്ല, 2014 ഉണ്ടായിട്ടില്ല, 2019 ഉണ്ടായിട്ടില്ല. 2009 വളരെ കൗതുകകരമായ ഒരു വിജയമാണ് MK രാഘവൻ കിട്ടിയത്. 838. 986, അതായത് 42.9% രാഘവൻ അന്ന് കിട്ടിയ വോട്ട്. റിയാസിന് കിട്ടിയത് 42.8%. 838 ഭൂരിപക്ഷം. ശരി, 838 വോട്ടിന്റെ ഒരാൾ തോൽക്കുക ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത്ഭുതകരമായ അട്ടിമറിയാണത്, അത്ഭുതകരമായ തോൽവിയാണത്. കാരണം വെച്ചാൽ 838 എന്നൊക്കെ പറയുന്നത് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സംഭവിക്കാത്ത അത്രയും വ്യത്യാസമാണ്. അതിനുശേഷം പക്ഷേ വിജയരാഘവൻ അല്ല, അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. 2014 വരുമ്പോൾ വിജയരാഘവനാണ് മത്സരിക്കുന്നത്. വിജയരാഘവനെതിരെ നേടിയത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷമല്ല എന്ന് ഉറപ്പിച്ച് പറയാം. എന്നാൽ 2019 വരുമ്പോഴാണ് MK രാഘവൻ അതിശക്തനായി മാറുന്നത്. ആ തരംഗമുണ്ട്. ആ തരംഗത്തിന്റെ എന്താ പറയുക, ഒരു എല്ലാ ഗുണവും കിട്ടിയ വിജയമായിരുന്നു. 8% വോട്ടിന്റെ ഡിഫറൻസ് ആണ് രാഘവനും പ്രദീപ് കുമാറുമായിട്ടുണ്ടായിട്ടുള്ളത്. MK രാഘവനെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ജനകീയനാണ് പ്രദീപ് കുമാർ. അപ്പൊ 2 സൗമ്യന്മാർ തമ്മിലുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൽ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് നിന്ന് വളരെ അകലത്തിലല്ല വയനാട്, അല്ലെ, 3 മണിക്കൂർ യാത്ര ചെയ്താൽ വയനാട്, ആ ചുരം കയറിയാൽ വയനാടായി. അപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൻ്റെയും ഒപ്പം ഈ പറയുന്ന
ഒരു മുസ്ലിം വോട്ട് കോഴിക്കോട് മുസ്ലിം വോട്ട് പ്രധാനമാണ്. പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ട് എം കെ രാഘവൻ ഒരു വലിയ വിജയമാണ് സമ്മാനിച്ചത്. 90,000 വോട്ടിൻ്റെ 90,000-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം, 8% വ്യത്യാസം. 2024 എന്താണ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് ഓരോ ചോദ്യങ്ങളിലൂടെ. പക്ഷേ വേറെ കാര്യം കൂടെ നോക്കാനുണ്ട്. എം കെ രാഘവൻ അതിനുശേഷം ഇടയ്ക്കൊന്നൊരു വിമതനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ശശി തരൂരിനൊപ്പം നിൽക്കുന്ന എം കെ രാഘവൻ. അതെ, അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതും കൂടെ. പക്ഷേ സുധാകരൻ ഈ സമരാഗ്നിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതെ, എം കെ രാഘവനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. നോക്കൂ, അവിടെ കോഴിക്കോട് സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് ബാങ്ക്, അപ്പം ലീഗിന്റെ ഒരു ശക്തമായ പിന്തുണ, പിന്നെ കോൺഗ്രസിന്റെ വോട്ട്, ആ രണ്ടും വോട്ടും കൂടി ചേരുകയും ഒരു പിന്നെ ബി ജെ പി വിരുദ്ധ വികാരം, അതെ ബി ജെ പി വിരുദ്ധ വികാരം അവിടെ ശക്തമായി നിൽക്കുകയും ചെയ്താൽ കോൺഗ്രസിലെ ചെറിയ ഇൻഫൈറ്റ് ഒന്നും വലിയ ഘടകമായിട്ടും വരില്ല. പിന്നെ രാഘവന് വലിയ ജനപിന്തുണയുണ്ട് അവിടെ. നിശ്ചയമായും പിന്നെ കോഴിക്കോട് ആരാണ് സ്ഥാനാർത്ഥി? CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണ്? കോഴിക്കോട്ട് കൂടുതൽ സാധ്യത പ്രദീപ് കുമാറിനാണോ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? പ്രദീപ് കുമാറാണ് വീണ്ടും പറയുന്ന കഴിഞ്ഞ തവണത്തെ മത്സരം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് അല്ലേ? വടകരയിലാണ് KK ശൈലജയുടെ പേര് പറയുന്നത്. കോഴിക്കോട് പ്രദീപ് കുമാറിന്റെ പേര് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് എളമരം കരീമിന്റെ പേരും പറയുന്നുണ്ട്. ശരിയാണ്, ശക്തമായ സ്ഥാനാർത്ഥിയാണ്. അതെ, അതിൽ ആരായിരിക്കും വരിക? അവർക്ക് എം കെ രാഘവന്റെ ആ കുതിപ്പ് അതൊരു പടയോട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 838 എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് തുടങ്ങി വീണ്ടും വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുന്ന എം കെ രാഘവന് ഇക്കുറി തടയിടാൻ കഴിയുമോ? ഒപ്പം മണ്ഡലത്തിൽ എം കെ രാഘവൻ എത്രത്തോളം ഇപ്പോൾ സാധ്യതയുണ്ട് എന്നതുകൂടി പരിശോധിക്കുന്ന നമ്മുടെ 14 ചോദ്യങ്ങൾ, എണ്ണം പറഞ്ഞ ആ 14 ചോദ്യങ്ങൾ നമ്മൾ തുടങ്ങുന്നു. ചോദ്യത്തിലേക്ക്. അതെ, നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ MP-യുടെ പേര് അറിയാമോ? 3 വട്ടമായി എം കെ രാഘവനാണ്. അറിയില്ല എന്ന് പറയുന്നവരുണ്ടോ? രാഘവേട്ടനെ അറിയുന്നവർ 86.3% പേരാണ്. അറിയാത്തവർ 13.7%. രാഘവേട്ടൻ അതൊരു നല്ല സൂചനയല്ല. 14% ആളുകൾക്ക് 3 തവണ MP ആയിരുന്ന എം കെ രാഘവനെ അറിയില്ല എന്ന് പറയുമ്പോൾ കോഴിക്കോട്ട് പോലെ പൊളിറ്റിക്കലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അത് എം കെ രാഘവന് ഒരു നല്ല സൂചനയല്ല. 86.3%. നേരത്തെ നമ്മൾ ആന്റണിയുടെ കാര്യത്തിലും ഇതേ പെർസെൻറ്റേജ് ആണ് കണ്ടത്. ആന്റണിയുടെ കാര്യത്തിലും ഇതേ പെർസെൻറ്റേജ് ആണ് കണ്ടത്. അത് ഒരു ഗുണകരമായ സൂചനയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാം ചോദ്യത്തിലേക്ക് പോകാം. അതെ, പോപ്പുലാരിറ്റി കുറഞ്ഞു വരികയാണോ എന്നുള്ള സൂചന തരേണ്ടത് രണ്ടാമത്തെ ചോദ്യമാണ്. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ MP-യുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ് കോഴിക്കോട്ടുകാർ വിലയിരുത്തുന്നത്? നോക്കാം. മികച്ചതാണോ അതോ മോശമാണോ? ഉത്തരങ്ങൾ വളരെ മികച്ചതെന്ന് 8.9% പേർ അഭിപ്രായപ്പെടുന്നു. മികച്ചതെന്ന് 27.6%. അതായത് 36.5% പേർക്ക് എം കെ രാഘവനെ കുറിച്ച് നല്ല അഭിപ്രായം. പറയുന്നത് 21%-മേ ഉള്ളൂ. 21.1. അതെ, അപ്പം നല്ലൊരു സൂചനയാണ്. അതായത് 36.5%, 36% ആളുകൾ തങ്ങളുടെ MP-യെ കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ 21% ആളുകൾ എതിരഭിപ്രായം പറയുന്നു. അപ്പം നിശ്ചയമായും ഒരു പോപ്പുലർ MP ആണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. നമുക്ക് MP-യുടെ പെർഫോമൻസിനെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ അവിടെ ഇനി അറിയേണ്ടത് കോഴിക്കോട്ടുകാർ വോട്ട് ചെയ്യുമ്പോൾ നോക്കുന്ന വിഷയം എന്താണ്? കാരണം ഒരാളെ തന്നെ 3 വട്ടം ജയിപ്പിച്ചു വിട്ടതാണ്. 4ാമത്തെ തവണ ഒന്ന് മാറി ചിന്തിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന് അവർ അടിസ്ഥാനമാക്കാൻ പോകുന്ന ആ വോട്ട് വിഷയം? ആ വോട്ട് വിഷയത്തിലേക്ക് നയിക്കുന്നതാണ് 3ാമത്തെ ചോദ്യം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാന വിഷയമായി കോഴിക്കോട്ടെ വോട്ടർമാർ കണക്കാക്കുന്നത് എന്താണ്? സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വമാണോ? നമ്മൾ കൊടുത്ത വിവിധ വിഷയങ്ങളിൽ കോഴിക്കോട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് വികസന പ്രവർത്തനം പ്രധാനമെന്നാണ്. 43.4% പേർ അത് അഭിപ്രായപ്പെടുന്നു. പിന്നീട് വരുന്നത് തൊഴിലില്ലായ്മയാണ്, 18.5. ഇവിടെ നോക്കൂ, എല്ലായിടത്തും എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ഇതുവരെ കവർ ചെയ്ത് ഇതിപ്പോൾ 10ാമത്തെ മണ്ഡലമല്ലേ? ഈ 10 മണ്ഡലങ്ങളിലും MP-യുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കേട്ടോ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ആളുകൾ അസസ് ചെയ്യുന്നത്. 1ാമത്തെ വിഷയമായിട്ട് വരുന്നത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് 43.4% ആളുകൾ പ്രാധാന്യം നൽകുമ്പോൾ MP നല്ല പെർഫോമറാണ് എന്ന് പറയുന്നത് 36.5%. അപ്പോൾ നിശ്ചയമായും എം കെ രാഘവൻ അവിടെ ഒരു പോപ്പുലറായ MP ആണ്. വികസന പ്രവർത്തനങ്ങളിൽ നല്ല മതിപ്പാണ് എം കെ രാഘവന് ആ മണ്ഡലത്തിലുള്ളത് എന്നുള്ളതും രാഘവനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താ പറയുക, കോഴിക്കോട്ട് രാജ്യരക്ഷയുടെ കാര്യത്തിൽ 8% ആളുകൾ ആകാംക്ഷയുള്ളവരാണ്. അതായത് അവിടെ കോഴിക്കോടിന്റെ നമുക്ക് സുജയ, കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മുസ്ലിം വോട്ട് ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ്. 40% മുസ്ലിം വോട്ടുള്ളൊരു മണ്ഡലമായിട്ടാണ് ഞാൻ അതിനെ ഓർക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തി. ഇപ്പോൾ MP വീരേന്ദ്രകുമാർ 2 തവണ വിജയിച്ച മണ്ഡലമാണത്. പിന്നെ കോൺഗ്രസിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ പിന്നീട് വരുന്നത്
പിന്നെ നിശ്ചയമായും CPM-ന് പിന്നെ ആധിപത്യമുള്ള മണ്ഡലമാണ്. പിന്നെ ലീഗിന് ആധിപത്യമുള്ള മണ്ഡലമാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രകാശ് ബാബുവാണ് മത്സരിച്ചത്. അവിടെ ഏതാണ്ട് 15.53% മാത്രമാണ് അവിടെ കോഴിക്കോട് പിന്നെ വോട്ട് നേടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 BJP-ക്ക്. പക്ഷേ അവിടെ ക്രമാനുഗതമായ വളർച്ചയുണ്ട്. 2009 വി മുരളീധരൻ മുതൽ ഇങ്ങോട്ട് മത്സരിച്ച ഓരോരുത്തരും വളർച്ചയുണ്ട്. അത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് ആ വളർച്ചയുണ്ട്. അപ്പൊ അങ്ങനെ ചുരുക്കം ചില സ്ഥലത്ത് താഴേക്ക് പോയിട്ടുണ്ട്. അതെ. എന്നാൽ അപ്പോൾ അപ്പോഴും അവിടെ 8% എന്ന് പറയുന്നത് പത്തനംതിട്ട പോലൊരു ജില്ലയിൽ 4.1% ഉണ്ടായിരുന്നുള്ളൂ. രാജ്യരക്ഷയെക്കുറിച്ചുള്ള ആകാംക്ഷ 4.1% പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. നോക്കൂ, MK രാഘവൻ MP പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ചിലതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതും ഉണ്ടാകാം. അദ്ദേഹം അവിടെ ചർച്ചയാക്കിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? ഏക സിവിൽ കോഡ് സെമിനാർ നടന്ന ജില്ലയാണ്. അതിൽ കോൺഗ്രസിൽ തന്നെ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് നമുക്കറിയാം. ശശി തരൂർ എടുത്ത അഭിപ്രായത്തെക്കുറിച്ച് അറിയാം. അങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയായ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ല എന്ന് പറയാവുന്ന കോഴിക്കോട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് അവിടുത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം നമ്മൾ മുന്നോട്ട് വെച്ചു. അത് ക്ലിയർ മാൻഡേറ്റ് ആണ്. MK രാഘവന് പോപ്പുലാരിറ്റി ഉണ്ടോ എന്നത് കൂടി വ്യക്തമാക്കാൻ കഴിയുന്ന മാൻഡേറ്റ് 4ാമത്തെ ചോദ്യം തരുന്നു. രാഹുൽ ഗാന്ധിയാണ്. അത് 44% പേർ. തൊട്ടു താഴെ നരേന്ദ്രമോദി, അത് 27%. രണ്ടാം സ്ഥാനത്താണ് നരേന്ദ്രമോദി, പക്ഷേ തൊട്ടു താഴെയല്ല. ഏതാണ്ട് 17% വ്യത്യാസമുണ്ട്. 44% രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എഗെയിൻ അഡ്വാൻറ്റേജ് ഗോസ് ടു MK രാഘവൻ. സ്വാഭാവികമായിട്ട് അപ്പം MK രാഘവൻ എന്ന് പറയുന്ന ആ MP-യുടെ പെർഫോമൻസിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയാണ് ആളുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, അടുത്ത പ്രധാനമന്ത്രിയായി കാണുന്നത്. ഈ രണ്ട് ഘടകങ്ങളും ഖാർഗെക്കാളും പിന്തുണ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഖാർഗെക്കാളും പിന്തുണ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ശശി തരൂരിനാണ്. ഹമാസ് പരാമർശം അത് കോഴിക്കോട്ട്, മലപ്പുറത്ത് മാത്രമല്ല കോഴിക്കോട്ടും പ്രതിഫലിക്കുന്നു. അതായത് MK രാഘവൻ പിന്തുണച്ച ശശി തരൂരിന്. അതെ, അങ്ങനെ കൂടെ പറയണം. അതെ, അവിടെ 2.1% മാത്രമാണ് ശശി തരൂരിനുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരങ്ങളിലേക്കും എത്താം. അതിനുശേഷം നമുക്കൊരു വിശകലനത്തിലേക്ക് സമഗ്രമായി ഒന്നിച്ചു പോകാമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ചോദ്യങ്ങളാണ്. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് കോഴിക്കോട്ടുകാരുടെ അഭിപ്രായം എന്താണ്? മികച്ചതാണോ അതോ മോശമാണോ? പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ലേ? മോശം എന്ന് പറയുന്നവർ കൂടുതലാണെങ്കിൽ അത് അഡ്വാൻറ്റേജ് ഗോസ് ടു എഗെയിൻ MK രാഘവൻ. എന്താണ് വളരെ മികച്ചത് 8.2, മികച്ചത് 15.2. അതായത് ടോട്ടൽ 23.4% പേർ മോദി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ മോശം എന്ന് പറയുന്നത് 44.6% പേരാണ്. സമയപരിമിതികളോട് നമുക്ക് ദീർഘിപ്പിക്കേണ്ട. 45% ആളുകൾ മോശം എന്ന് പറയുമ്പോൾ ക്ലിയർ ഇൻഡിക്കേഷൻ ഈ പറയുന്ന അനുകൂലമാകുന്നു. ആർക്ക്? MK രാഘവന് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം കോഴിക്കോട്ട് നിലനിൽക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 നമ്മൾ ചോദിച്ചത് കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായമാണ്. അതിൽ അഡ്വാൻറ്റേജ് MK രാഘവനാണ്. അടുത്തത് നമുക്ക് സംസ്ഥാനത്തേക്ക് വരാം. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് കോഴിക്കോട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടുവള്ളി മാത്രമേ ഉള്ളൂ. UDF 6ഉം LDF-നൊപ്പമാണ്. 6 പേർ 6 MLA-മാരുള്ള കോഴിക്കോട് മണ്ഡലത്തിൽ കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാരുടെ അഭിപ്രായം എന്താണ്? MLA-മാരുടെ എണ്ണം വെച്ച് നോക്കിയാൽ മികച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ പറഞ്ഞത് എന്താണ്? വോട്ടർമാർ പറഞ്ഞത് എന്താണ്? ഉത്തരത്തിലേക്ക് വരാം. നല്ല അഭിപ്രായം. ടോട്ടൽ വളരെ മികച്ചെന്ന 11.8, മികച്ചതെന്ന 15. 26.8% മാത്രമാണ് മികച്ചത് അല്ലെങ്കിൽ വളരെ മികച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47%വും മോശം എന്നാണ് പറയുന്നത്. 47% മോശം എന്ന് പറഞ്ഞിരിക്കുന്നത് ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലം ഉൾപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ 7ൽ 6 മണ്ഡലങ്ങളും LDF-ന്റെ കയ്യിലാണ്. മുഹമ്മദ് റിയാസിന്റെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കോഴിക്കോട്. അവിടെയാണ് ഈ പറയുന്ന 47% ആളുകളും ഇത് മോശമാണ് പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് അഗെയിൻ ഗോസ് ടു MK രാഘവൻ. അടുത്തതും ചേർത്ത് വെക്കാവുന്ന ചോദ്യമാണല്ലോ. അതെ, ക്വസ്റ്റ്യൻ നമ്പർ 7 ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തെ കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നന്നായോ അതോ മോശമായോ? കോഴിക്കോടിന്റെ ഉത്തരം ഇതാ. മോശമായി എന്ന അഭിപ്രായമുള്ളവരാണ് കൂടുതൽ. 61.1% പേരും രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം മോശമായെന്ന് അഭിപ്രായപ്പെടുന്നു. അതായത് 61% പേര് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടനം മോശമായി എന്ന് പറയുകയും 47% ആളുകൾ സർക്കാരിന് പ്രതിച്ഛായ നഷ്ടമുണ്ടായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും
സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് കേട്ടോ ഈ കാര്യങ്ങളിൽ. നമ്മൾ 10 ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ അതെ. അതിൽ ഇപ്പം നമ്മൾ 3 മണ്ഡലങ്ങളാണ് LDF അനുകൂലമായി ചിന്തിക്കുന്നത് അല്ലെ? അതെ. മാവേലിക്കര, കാസർഗോഡ്, പത്തനംതിട്ട. പത്തനംതിട്ട. പക്ഷെ അവിടെയൊക്കെ തന്നെയും സർക്കാർ വിരുദ്ധ തരംഗമുണ്ട്. നിങ്ങൾ അതിനെ കുറച്ച് കാണണ്ട. കാരണം നവകേരള സദസ്സിനെതിരായിട്ടുള്ള വികാരം സർക്കാർ നന്നായി നവകേരള സദസ്സിനെതിരെ 60 മുതൽ 80% വരെ എതിർവികാരം ഉയർന്നതാണ് നമ്മൾ ഈ 9 ഇടങ്ങളിലും കണ്ടത്. അപ്പം ഈ പറയുന്ന മോശമായി എന്ന് പറയുന്ന രണ്ടാമത്തതും സർക്കാർ വിരുദ്ധ തരംഗമാണ്. അത് കോഴിക്കോട്ട് വളരെ ശക്തമാണ്. 7 MLA-മാരിൽ നമ്മൾ സൂചിപ്പിച്ച കണക്ക് 6 MLA-മാരുള്ള LDF-ന് ശക്തിയുള്ള കോഴിക്കോട് ഈ രണ്ടാം സർക്കാരിന്റെ പ്രകടനത്തെ വളരെ മോശമായി കാണുന്നത് 61% പേരാണ്. അത് നിശ്ചയമായും അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം നല്ലതാവണ്ടേ? പ്രതിപക്ഷം നല്ലതാണെന്ന് പറയുന്നുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 8, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് കോഴിക്കോടിന്റെ അഭിപ്രായം എന്താണ്? സർക്കാർ പോരാ എന്ന് പറയുന്നവർ പ്രതിപക്ഷം കൊള്ളാം എന്ന് പറയുന്നുണ്ടോ? ഉത്തരങ്ങളിലേക്ക്. പ്രതിപക്ഷം കൊള്ളാം എന്ന് അഭിപ്രായപ്പെടുന്നവർ കേവലം 16.4%. എന്നാൽ മോശമെന്ന് പറയുന്നവരോ 39.7%. അതായത് 40% ആളുകൾക്കും വളരെ മോശപ്പെട്ട അഭിപ്രായമാണ്. ഇവിടെയും ഒരു താരതമ്യം സാധ്യമാണ് കേട്ടോ. കേരളത്തിലെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ 10 മണ്ഡലങ്ങളിൽ പൊന്നാനി ഒഴിച്ച് ബാക്കി 9 മണ്ഡലങ്ങളിലും പ്രതിപക്ഷത്തെ കുറിച്ച് മോശപ്പെട്ട നിങ്ങൾ ജയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുണം കൊണ്ടല്ല, അല്ല ഭാഗ്യം കൊണ്ടാണ്. സർക്കാർ വിരുദ്ധ തരംഗം എന്ന് പറയുന്നത് നമുക്ക് പല സ്ഥലങ്ങളിലും വളരെ ശക്തമായി കാണാം. അപ്പോൾ മെച്ചപ്പെട്ട പ്രകടനം പ്രതിപക്ഷം കാഴ്ചവെച്ചതുകൊണ്ട് അധിക സീറ്റുകൾ നേടിയെന്നൊന്നും പറയാൻ കഴിയില്ല. ഈ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള പ്രതിച്ഛായ നഷ്ടം തന്നെയാണ് പ്രധാന വികാരം. അപ്പോൾ പ്രതിപക്ഷത്തിനെതിരെയും ഒരു ജനവികാരമുണ്ട് എന്നത് പ്രതിപക്ഷം തിരിച്ചറിയേണ്ടതുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്നതിൽ നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് ജനം പ്രതിപക്ഷത്തോട് പറയുന്നതായി നമുക്ക് ആ ഉത്തരത്തെ വിലയിരുത്താം. 9ാമത്തെ ചോദ്യത്തിലേക്ക്. നവകേരള സദസ്സ് കോഴിക്കോട് ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ വരവേൽപ്പ്, വലിയ ആൾക്കൂട്ടമൊക്കെ കണ്ടതാണ്. ആ നവകേരള സദസ്സിനോട് കോഴിക്കോട് മണ്ഡലത്തിലെ വോട്ടർമാർ പറയുന്നത് എന്താണ്? നവകേരള സദസ് വേണ്ടിയിരുന്നോ? 6 MLA-മാർ അവിടെ സംഘാടനം നിർവഹിച്ചു. കൊടുവള്ളിയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ MLA ഉണ്ടായിരുന്നില്ല. കടന്നുപോയ എല്ലാ മണ്ഡലങ്ങളെയും പോലെ തന്നെ നവകേരള സദസ്സ് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. ഇവിടെ 64.9%. 65% ആളുകൾക്ക് നവകേരള സദസ്സ് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട വികാരമാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ 10 മണ്ഡലങ്ങളിൽ ഇതുവരെയുള്ള 10 മണ്ഡലങ്ങളാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ആ 10 മണ്ഡലങ്ങളും ഏകാഭിപ്രായമുള്ളൊരു വിഷയം നവകേരള സദസ്സിനെതിരാണ്. അപ്പൊ നവകേരള സദസ്സ് എന്ന് പറയുന്ന കൊട്ടിഘോഷിക്കപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കേരള സർക്കാർ നടത്തിയ ആ പ്രയത്നം 10 മണ്ഡലങ്ങൾ കവർ ചെയ്യുമ്പോൾ എതിർവികാരമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് 20 മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. പകുതി വഴി പിന്നിടുമ്പോൾ സദസ്സ് വേണ്ടിയിരുന്നില്ല എന്ന് ജനം സർക്കാരിനോട് പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കൂടി വളരെ വേഗം പോകാം. നവകേരള സദസ്സിൽ ചർച്ചയായ വിഷയം ഏതാണ്? സാമ്പത്തിക പ്രതിസന്ധി. കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുവെന്ന് ഓരോ മണ്ഡലത്തിലും ജനസദസ്സ് നടത്തി ജനങ്ങളോട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞത് ജനം മുഖവിലക്കെടുത്തോ എന്ന് വ്യക്തമാക്കുന്ന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആരാണ്? അത് കേന്ദ്രമാണോ അതോ സംസ്ഥാനമാണോ? അവിടെ കോഴിക്കോട് നൽകുന്ന ഉത്തരം എന്ന് പറയുന്നത് അതെ, സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന 39.2% പേർ അഭിപ്രായപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാർ നയമെന്ന 36% പേരും അഭിപ്രായപ്പെട്ടു. കേവലം 3% വ്യത്യാസമേ ഉള്ളൂ. അപ്പോഴും നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് LDF-ന് ആധിപത്യമുള്ള LDF-ന് 6 MLA-മാരുള്ള മണ്ഡലത്തിൽ LDF-ന് ജനപിന്തുണയുള്ള ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾ കരുതുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നാണ്. എഗെയിൻ അഡ്വാൻറ്റേജ് ഗോസ് ടു MK രാഘവൻ. നോക്കൂ, പൊതുമരാമത്ത് മന്ത്രി, ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആവർത്തിച്ച് പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഇതുകൂടി എന്നതുകൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. MK മുനീർ എന്ന ഒറ്റ MLA മാത്രമാണ് UDF-ന്റെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ സ്വന്തം ഹോം ടർഫിലെ ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല ഈ ആരോപണം. അടുത്ത ആരോപണം കൂടി നമുക്ക് നോക്കാം. ഈ നവകേരള സദസ്സിൽ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണത്. ED, CBI പോലെയുള്ള കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെന്ന് കോഴിക്കോട്ടെ വോട്ടർമാർ കരുതുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രസക്തമാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് സമാസമമെങ്കിൽ ഇതിന് കൃത്യമായ ഉത്തരം പറയുന്നു. ഉണ്ട്, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുണ്ട് എന്ന് കരുതുന്നവരാണ് കൂടുതൽ. 41.7% പേർ. ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ 28.7%. ഇത് CPM-ന്റെ മാത്രമല്ല, ഇടത് സർക്കാരിന്റെ മാത്രം അഭിപ്രായമല്ല. അതല്ല, ഇത് പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. അത് കൃത്യമായ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ED-യെയും CBI-യും ഉപയോഗിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നുവെന്ന് 41.7% ആളുകൾ പറയുന്നതിന്റെ കാരണം അതേ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ വീക്ഷണം തന്നെയാണ്. അത് കോഴിക്കോടിന്റെ സ്വഭാവമാണ്, യാതൊരു തർക്കവും വേണ്ട. കോഴിക്കോട്ടുകാർക്ക് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ ലിറ്ററസി കാണിക്കുന്ന ഉത്തരമാണിത്. അതെ, നിശ്ചയമായും.
ആയുധമാക്കുന്നു കേന്ദ്ര ഏജൻസികളെ എന്ന് പറയുന്നത് 41%-ലധികം പേരാണ്. അതും ഇടത് സർക്കാരാണ് കൂടുതലായി ഈ ആരോപണം മുന്നോട്ട് വെച്ചത്. അത് അവിടെയുള്ളവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം MK രാഘവന് മാത്രം ഒരു ക്ലിയർ സപ്പോർട്ട് എന്നാണോ? അങ്ങനെയില്ല, പക്ഷേ ആ രാഷ്ട്രീയ ബോധ്യം ആ ജനങ്ങൾക്കുണ്ട്. അപ്പൊ അത് എങ്ങനെ വേണമെങ്കിലും മാറാം. ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയം തന്നെയാണ്. അതെ. അപ്പൊ അടുത്ത ചോദ്യം വളരെ പ്രധാനമാണ് കേട്ടോ. അതെ, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള കോഴിക്കോടിനോട് നമ്മൾ ചോദിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണി എന്ന രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചത് അത് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യത എത്രത്തോളമുണ്ട്? എന്താണ് കോഴിക്കോട്ടുകാർ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുന്നത്? ഇന്ത്യ മുന്നണി ഇന്ത്യ പിടിക്കുമോ എന്ന ചോദ്യത്തിന് കോഴിക്കോട് നൽകുന്ന ഉത്തരം നമുക്ക് നോക്കാം. എന്താണ് സാധ്യതകൾ? കോഴിക്കോട്ടുകാർ പറയുന്നു വലിയ നേട്ടമുണ്ടാക്കുമെന്ന 7.4% പേരും, മെച്ചപ്പെട്ട പ്രകടനമെന്ന 35.2%, ടോട്ടൽ 42.6% പേർ ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയുള്ളവരാണ്. പക്ഷേ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നവർ 49.1%. നിലവിലേതിനേക്കാൾ മോശമാകുമെന്ന് പറയുന്നത് കാരണം 5 പോയിന്റ്. കോഴിക്കോടിന്റെ ഒരു പൊളിറ്റിക്കൽ മൈൻഡ് വെച്ച് പക്ഷേ കുറച്ചുകൂടി നല്ല കറക്റ്റമായ വിലയിരുത്തലാണ് കേട്ടോ, സത്യസന്ധമായ വിലയിരുത്തലാണ്. 49% ആളുകളും പറയുന്നത് ഇന്ത്യ മുന്നണി ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോഴിക്കോടിന് വലിയ പൊളിറ്റിക്കൽ ലിറ്ററസി ഉണ്ട്. ആ മറ്റുള്ളവർക്കില്ല എന്നല്ല പറയുന്നത്. അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ ബോധ്യവും രാഷ്ട്രീയ നിലപാടും ഉണ്ട്. ആ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളെ വെച്ച് കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെ പീഡിപ്പിക്കുന്നു എന്ന് പറയാൻ ഒരു എന്താ പറയുക, അക്കാര്യത്തിലൊരു സംശയവുമില്ലാത്ത ജനതയാണ് കോഴിക്കോടുള്ളത്. അവർ പറയുന്നു ഇന്ത്യ മുന്നണിക്ക് ഒരു സാധ്യതയും രാജ്യത്തില്ല എന്ന്. 49% 6 മണ്ഡലങ്ങളിലും LDF ആണ്, 6 MLA-മാരും LDF-നൊപ്പമാണ്. അടുത്ത ചോദ്യത്തിന് നിശ്ചയമായും കോഴിക്കോട് നൽകുന്ന ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നാണ് കോഴിക്കോട്ടുകാർ കരുതുന്നത്? അവരുടെ മനസ്സിലുള്ള ആ നേതാവ് ആരാണ് എന്ന് ഞങ്ങൾ ചോദിച്ചു. അതിനുള്ള ഉത്തരം ഇതാണ്. അഗൈൻ KK ശൈലജ. അത് എത്ര ശതമാനമാണ്? 28.5%. മുഖ്യമന്ത്രിക്ക് എത്രയാണ്? 3ാം സ്ഥാനമാണ് കേട്ടോ, 15.2. 2ാം സ്ഥാനത്ത് VD സതീശനാണ്, 17.7. അവിടെയാണ് പ്രശ്നം. നോക്കൂ, ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളത്തിൽ വലിയ തോതിൽ RSS-നെയും BJP-യെയും പ്രതിരോധിക്കുന്നത് എന്ന നിലപാടുള്ള മുസ്ലിം സമുദായം. ആ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ UCC-യുടെ കാര്യത്തിൽ, അല്ലെ, ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നങ്ങളിലെല്ലാം മുൻകൈയെടുത്ത് സെമിനാറുകളും വലിയ റാലികളും ഒക്കെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. മാത്രമല്ല, കോഴിക്കോട് ഈ പറയുന്ന മുസ്ലിം വോട്ട് കൂടുതലുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ പൊന്നാനിയിൽ നിന്നും മലപ്പുറത്തിൽ നിന്നും വ്യത്യസ്തമായി അവിടുത്തെ മുസ്ലിം ജനതയും ശൈലജ എന്ന ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളം ആഗ്രഹിക്കുന്നുണ്ട്. അതെ, നമുക്ക് ശൈലജയ്ക്ക് 28% വരുമ്പോൾ 17.7%. 2ാം സ്ഥാനത്ത്. നോക്കൂ, മറ്റുള്ളവരുടെ കൂടി നോക്കാം. ഇതുവരെ പിന്നിലായിരുന്ന K സുരേന്ദ്രൻ സ്വന്തം ഹോം ടർഫാണ്. സ്മൃതി മാഡത്തിൻ്റെത് പോലെ തന്നെ ഹോം ടർഫ് ശതമാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതുവരെയുള്ളത് 2% എത്തുമ്പോഴും സുരേഷ് ഗോപി 10%. രണ്ടും കൂടി ചേർക്കുമ്പോൾ നോക്കൂ, രണ്ടും കൂടി ചേർക്കുമ്പോൾ അവിടെ അവരുടെ ബേസ് വോട്ട് അവർക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് കരുതാം. ഒപ്പം K സുധാകരൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെയൊക്കെ ശതമാനം നോക്കൂ. ഏറ്റവും പിന്നിൽ പാർട്ടി സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ, 0.5%. അതും കോഴിക്കോട്ട്. അതെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമെന്ന് കരുതുന്നു. നമ്മൾ ഏറ്റവും സുപ്രധാനമായ ചോദ്യം, അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. MK രാഘവന് ഒരു തുടർച്ചയുണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ കോഴിക്കോട്ടുകാർ എങ്ങനെയാണ് അവരുടെ വോട്ട് വിഹിതം ഓരോ മുന്നണിക്കും നൽകാൻ പോകുന്നത് എന്ന ചോദ്യത്തിലേക്ക്, ഏത് മുന്നണിക്ക് അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് ജയമുണ്ടാകണം എന്നാണ് കോഴിക്കോട്ടുകാർ ആഗ്രഹിക്കുന്നത്? അത് കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള അതേ ഉത്തരമാണോ, അതോ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ? നോക്കാം. LDF, UDF, BJP. UDF വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോഴിക്കോട്ടുകാർ, 43.9%. LDF-ന് 36.8%. അതായത് 44% വോട്ട് നേടി UDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി MK രാഘവൻ 2024 കോഴിക്കോട് പിടിക്കും എന്നാണ് റിപ്പോർട്ടർ സർവേ പറയുന്നത്. തൊട്ടടുത്ത് വരാൻ പോകുന്നത് LDF ആണ്. 36.8% മാത്രമായിരിക്കും അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ട്. അതായത് വീണ്ടും 8% വ്യത്യാസം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം 46% MK രാഘവന് അനുകൂലമായി പോൾ ചെയ്ത വോട്ട്. ഇപ്രാവശ്യം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് 44%. അതായത് 2% കുറയുന്നു. 2% കുറയുന്നു. MK രാഘവന്റെ വോട്ടിൽ 2% കുറയുന്നു. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ,
LDF-ന് 2% അവിടെ കൂടുന്നുണ്ട്. പക്ഷേ അപ്പോഴും 8% സ്റ്റാറ്റസ് കോ നിലനിൽക്കുന്നു. അതായത് 14 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. ഏതാണ്ട് ഒരു 1 ലക്ഷത്തിന് മേളിൽ വോട്ടിന്റെ ഭൂരിപക്ഷം വരാം. അല്ല, പക്ഷേ അത്രയും പൂർണ്ണമായും പോൾ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഒരു 90,000 ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു റിസൾട്ടാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. 1 ലക്ഷം കണക്കുകൾ കണ്ടു കാണും. രഞ്ജിത്ത്, കോഴിക്കോട് ഇത്തവണയും UDF-നൊപ്പം അല്ലെങ്കിൽ MK രാഘവനൊപ്പം, കോഴിക്കോടുകാരുടെ രാഘവേട്ടനൊപ്പം എന്നാണ് കരുതേണ്ടത്. അപ്പോൾ സർവേ അങ്ങനെ പറയുന്നു. സ്മൃതി, ഈ സർവേയിൽ ആകെ 8% ഒരു മാറ്റമാണ്. ഈ 8% മാറ്റിമറയ്ക്കാൻ LDF-ന് സാധിക്കും. പക്ഷേ ഇപ്പോൾ നിലവിൽ UDF-ന് മേൽക്കൈയുണ്ട് എന്നുള്ള സത്യമാണ്. ഏതായാലും കോഴിക്കോട് ഈ 6 മണ്ഡലങ്ങളും നിയോജക മണ്ഡലങ്ങളും ഒക്കെ LDF-ന്റെ കയ്യിലാണെങ്കിലും പരമ്പരാഗതമായി കോൺഗ്രസിന്റെ മണ്ഡലം തന്നെയാണ്. ഇവിടെ ആകെ KV ഇമ്പിച്ചിബാവിയും അതുപോലെ MP വീരേന്ദ്രകുമാറും മാത്രമേ LDF-ന് വേണ്ടി ജയിച്ചിട്ടുള്ളൂ. മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മണ്ഡലമാണ് KK അളപ്പന്റെയും KP കേശവമേനോന്റെയും അബ്ദുറഹിമാന്റെ ഒക്കെ മണ്ഡലം. അപ്പോൾ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പരമ്പരാഗതമായി ജയിച്ചു പോകുന്നു. പക്ഷേ ഈ AP വിഭാഗം മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. 39% അല്ലെങ്കിൽ 40% മുസ്ലിം സമുദായമുള്ള ഒരു മണ്ഡലമാണ്. ആ മുസ്ലിം സമുദായത്തിലെ വോട്ടുകൾ LDF-ന് അനുകൂലമായി AP വിഭാഗം വോട്ട് ചെയ്തുകൊണ്ടിരുന്ന മണ്ഡലമാണ്. പക്ഷേ അത് MK രാഘവൻ കുറച്ചൊക്കെ ഹൈജാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഹൈജാക്ക് ചെയ്യാൻ സാധിച്ചാൽ LDF-ന് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കോഴിക്കോട് ഈ നായർ സമുദായമൊക്കെ MK രാഘവനൊപ്പം നിൽക്കുമ്പോഴും കോഴിക്കോട്ടെ ഈഴവ സമുദായമൊക്കെ LDF-നൊപ്പമാണ്. അപ്പോൾ ഈഴവ പ്ലസ് മുസ്ലിം എന്നൊരു സമവാക്യത്തിലേക്ക് LDF എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും LDF-ന് കയറി വരാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ നല്ല പ്രതിച്ഛായുള്ളൊരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതാണ് LDF നേരിടുന്ന വെല്ലുവിളി. MK രാഘവന്റെ പ്രതിച്ഛായ LDF-ന് വെല്ലുവിളിയാണ്. ആ അർത്ഥത്തിൽ ഒരു പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയെ മുന്നിട്ടിറക്കിയാൽ BJP കൃത്യമായി വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ BJPയുടെ വോട്ടുകൾ BJPക്ക് തന്നെ കിട്ടുകയും LDF നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയുമാണെങ്കിൽ MK രാഘവന് നല്ല വെല്ലുവിളി ഉണ്ടാകും. ഈ പറയുന്ന 8% മാറ്റിമറയ്ക്കാൻ വളരെ ഡൈനാമിക്കായി ചിന്തിക്കുന്ന പോപ്പുലേഷനാണ് കോഴിക്കോടിൻ്റെ. പ്രത്യേകിച്ച് 70% നഗരവൽക്കരിക്കപ്പെട്ട ജില്ലയാണ്. അതുകൊണ്ട് ആ നഗരവൽക്കരിക്കപ്പെട്ട ജില്ലയുടെ സാക്ഷരതയുണ്ട്, അതുപോലെ തന്നെ അവിടെ ഡൈനാമിക്കായി ചിന്തിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന 8% മാറ്റിമറയ്ക്കാൻ സാധിക്കുന്ന ഒരു ജനവിഭാഗം കോഴിക്കോടുണ്ട് എന്നുള്ളത് കൂടി മറക്കരുത്. ഓക്കെ, സ്ഥാനാർത്ഥി ആരാകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമായി LDF-ന് മാറാൻ പോകുന്നു എന്ന സൂചന VS രഞ്ജിത്ത് നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെയല്ല, ഇത്തവണ അത് മാറ്റിമറിക്കാൻ കഴിയുന്ന രീതിയിൽ 6 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ഒപ്പമുണ്ട്. LDF-ന് ഒരു അത്ഭുതം അവിടെ കാത്തുവെക്കാൻ കഴിയും. NDA പിടിക്കുന്ന വോട്ട് വിഹിതം ഉയർന്നാൽ അത് UDF-ന്റെ, അതായത് MK രാഘവനൊപ്പം നിൽക്കുന്ന വോട്ടുകൾ, ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ചോർന്നു കഴിഞ്ഞാൽ അത് നിശ്ചയമായും LDF-ന് അവിടെ ഗുണമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. 1% വ്യത്യാസമാണ് നമ്മൾ പറയുന്നത്. അതായത് NDA-യുടെ വ്യത്യാസം, NDA കഴിഞ്ഞ പ്രാവശ്യം 15.53, 16 എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 16.6%, അതായത് 0.6% NDA-യുടെ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് നമ്മുടെ സർവേ പറയുന്നു. അപ്പോൾ NDA-യുടെ വോട്ട് കൂടിയാലും ഈ 8% എന്ന് പറയുന്നത് ഒരു വലിയ ഡിഫറൻസ് ആണ്. 8% ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മാറ്റേഴ്സ്. അതിനെ VS രഞ്ജിത്ത് പറയുന്നത് നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയിലൂടെ മറികടക്കാമെന്നാണ്. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം 2019 തെരഞ്ഞെടുപ്പിൽ ആരാ കോഴിക്കോട് മത്സരിച്ചത്? LDF-ന്റെ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറാണ്. പ്രദീപ് കുമാറിനേക്കാൾ വലിയ പ്രതിച്ഛായുള്ള മന്ത്രി PA മുഹമ്മദ് റിയാസ് മത്സരിക്കുകയാണെങ്കിലോ? അതുപോലെയുള്ള PA മുഹമ്മദ് റിയാസിന്റെ 830, ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, 838 വോട്ടുകൾ, അല്ലാതെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ ആദ്യ തെരഞ്ഞെടുപ്പാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ അവിടെ അവസാനിക്കുന്നില്ല. മികച്ച സ്ഥാനാർത്ഥിയും മികച്ച പോൾ സ്ട്രാറ്റജിയും ഉണ്ടെങ്കിൽ വോട്ട് ഉയർത്താൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് പറയണം സുജയ. ഓക്കെ, അപ്പോൾ MK രാഘവനാണ് പീപ്പിൾസ് മാൻഡേറ്റ്, അല്ലെങ്കിൽ ഈ സർവേ ഫലത്തിൽ MK രാഘവൻ മുന്നിട്ട് നിൽക്കുന്നു. എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. എന്നാൽ അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന വോട്ട് വിഷയങ്ങൾ, അതിനനുസരിച്ച് ഈ ഫലം മാറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. പക്ഷേ നമ്മുടെ മെഗാ പ്രീ പോൾ സർവേ 10 മണ്ഡലങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് ഓരോ മുന്നണിയും നിൽക്കുന്നത് എന്ന് നോക്കാം. 7 മണ്ഡലങ്ങൾ UDF-നൊപ്പം, 3 മണ്ഡലങ്ങൾ LDF-നൊപ്പം. കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി, കോഴിക്കോട്. 7 മണ്ഡലങ്ങൾ UDF-നൊപ്പം, 3 മണ്ഡലങ്ങൾ കാസർഗോഡ്, മാവേലിക്കര, പത്തനംതിട്ട. 3 ഇടങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു LDF എന്നുള്ള സൂചനയാണ് റിപ്പോർട്ടർ പ്രീ പോൾ സർവേ നൽകുന്നത്. അതായത് ആകെ 20 മണ്ഡലങ്ങളിൽ 10 മണ്ഡലങ്ങൾ മാത്രമാണ് നമ്മൾ പിന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് നമുക്ക് അറിയാവുന്നതാണ്, 19-1. ഇപ്പോൾ 10 മണ്ഡലങ്ങളിലെ സർവേ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 7 UDF-ന്, 3 LDF-ന്. നിശ്ചയമായും LDF-ന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെ. ഇനിയുമുണ്ട്.